ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും പൂജയും അതുപോലെ ദീപുവും അപ്പുവും ഇവരെല്ലാവരും ചേർന്ന് പോയി നമ്മുടെ രോഹിത്തിൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് രോഹിത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ചു മടങ്ങുമ്പോഴാണ് രഞ്ജിതയും ഫാമിലിയും അവിടേക്ക് എത്തുന്നത്. അങ്ങനെ വരുന്ന അവരാണെങ്കിലോ സുമിത്രയെന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് പേടിച്ചു. ശരിക്കും പറഞ്ഞാൽ അരവിന്ദന് ശരിക്കും പേടിയാണ് സുമിത്രയെ. കാരണം സുമിത്ര ആരാണെന്നും എന്താണെന്നും അവന് നന്നായിട്ട് അറിയാം. അത് അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സുമിത്രയെ നോവിച്ചാൽ ഒരിക്കലും ഇവർക്ക് ഗതി കിട്ടില്ലെന്നും ഇവരുടെ ഇപ്പോഴത്തെ ഈ സുഖജീവിതമൊക്കെ നശിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും സുമിത്ര അവിടെ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അടങ്ങി നിൽക്കുകയാണെന്നുള്ള കാര്യങ്ങളും അറിയാം. സത്യങ്ങളൊന്നും കൃത്യമായി അറിയാതെ ഈ സമയത്ത് സ്വരമോളോടും അതുപോലെ സ്വരമോളെ സഹായിക്കുന്ന ആ ഒരു സ്ത്രീയോടും ഒരുപാട് ദ്രോഹങ്ങളും ചെയ്ത് പ്രേമം ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സ്വരമോൾക്കാണെങ്കിൽ തൻ്റെ അച്ഛനെയും അമ്മയെയും കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ, അതും ആ കുഞ്ഞു മനസ്സിൻ്റെ വേദനയും ഒക്കെ സന്ധ്യയ്ക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ട് ഒരമ്മ മനസ്സ് പോലെ നമ്മുടെ സന്ധ്യ ഇങ്ങനെ ഒരു സ്നേഹം കൊണ്ട് വലയം തീർത്തിരിക്കുകയാണ് സ്വരമോളുടെ അടുത്ത്. പക്ഷേ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. വേലക്കാരി 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 എന്നുള്ളൊരു മുദ്ര കുത്തിക്കൊണ്ട് ഈ സന്ധ്യയോട് അതുപോലത്തെ മര്യാദകേടൊക്കെ പ്രേമ ഇങ്ങനെ കാണിക്കുന്നു. കുറേ നാൾ മുന്നേ വരെ പ്രേമയുടെ ഭർത്താവ് കുറേയൊക്കെ മര്യാദയായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പ്രേമയോട് ആ ഒരു സാദൃശ്യത്തിലാണ് അദ്ദേഹവും നിൽക്കുന്നത്. അങ്ങനെ ആ വീട്ടിൽ സ്വരമോൾ ഒരുപാട് ദുരന്തങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് സുമിത്രയെ അമ്പലനടയിൽ വെച്ച് കണ്ടതിനെ തുടർന്നുണ്ടായ ആ ഒരു പേടിയും ആ ഒരു വെപ്രാളവും കാരണം ഇപ്പം എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പോലും രഞ്ജിതയ്ക്ക് അറിയില്ല. അപ്പോൾ രഞ്ജിതയുടെ മുന്നിൽ ഇനി മുന്നോട്ട് എന്ത്? കാരണം സുമിത്ര സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവന്നു സൗഭാഗ്യങ്ങളെല്ലാം കൈമോശം വരുമെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കൈമോശം വന്നു പോകാതിരിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചർച്ചയിലാണ് ഭാര്യയും ഭർത്താവും കൂടി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്വത്തുക്കളൊന്നും കൈമോശം വരാതിരിക്കണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അവർ തമ്മിൽ തീരുമാനിക്കുന്നു. അത് പങ്കജിനെ കൊണ്ട് പൂജയെ വിവാഹം കഴിപ്പിക്കുക, അതുമാത്രമേ ഉള്ളൂ. എന്തായാലും സുമിത്ര ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മുടെ അനിയനും അതുപോലെ അനിയത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ദീപ് പറഞ്ഞു കൊടുത്തു. ചേച്ചി, സ്വത്തുക്കളെല്ലാം ഇപ്പോൾ അവരുടെ കയ്യിലാണെന്നും അവരുടെ പേരിലാണ്, അവരാണ് നോമിനി, ഇത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സുമിത്ര ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്നാണ് ഇവർ പറഞ്ഞത്. കാരണം ആർക്കും അറിയില്ല. ഇവരിതിനകത്ത് കളിച്ചിരിക്കുന്ന കള്ളക്കളി പുറമേ നിന്ന് ആർക്കും അറിയുന്ന കാര്യങ്ങളല്ല. അങ്ങനെ വളരെ ഗൗരവപരമായിട്ടാണ് ഇവർ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. അപ്പോൾ സുമിത്രയ്ക്ക് അതിൻ്റെ സത്യം അറിഞ്ഞേ പറ്റൂ. കാരണം അത് രോഹിത്തിൻ്റെ മകൾ അനുഭവിക്കേണ്ട മുതലാണ്. അത് യാതൊരു തെളിവുകളോ അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഒരാൾ ചുമ്മാ തട്ടിക്കൊണ്ടു പോകാൻ സുമിത്ര സമ്മതിക്കോ? ഇല്ല. അപ്പോൾ സുമിത്ര ഇതിൻ്റെ പിന്നാലെ അലയും, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യം കണ്ടെത്താൻ സുമിത്ര ഇറങ്ങുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ രഞ്ജിതയും ഭർത്താവും കൂടി എങ്ങനെയെങ്കിലും പൂജയെ പങ്കജിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെ തീരുമാനത്തിലെത്തുന്ന സമയത്ത് മകൻ്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് തന്നെ അരവിന്ദൻ പറഞ്ഞു, നിൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ഈ സ്വത്തുക്കളൊന്നും കൈമോശം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ പങ്കജും പൂജയുമായിട്ടുള്ള വിവാഹം നടക്കണം. അതിനപ്പുറം മറ്റൊന്നുമില്ല. പക്ഷേ അവർ തമ്മിലുള്ള വിവാഹം നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. അതെന്താ എളുപ്പമല്ലാതായത്? എങ്ങനെയാണെങ്കിലും പങ്കജിന് അവകാശപ്പെട്ട പെണ്ണ് തന്നെയല്ലേ പൂജ. അപ്പോൾ പിന്നെ അങ്ങനെ വിവാഹം നടത്തിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ വിവാഹം നടത്തുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നിൻ്റെ മകൻ്റെ സ്വഭാവം കുറേയൊക്കെ നല്ലതായിരുന്നെങ്കിൽ അവനെ ഇത്രയും നാളായിട്ട് ആ പൂജയുടെ മുന്നിൽ മര്യാദയ്ക്കൊന്ന് നിൽക്കാൻ അറിയാവോ? അവൻ്റെ ഏത് നേരം തനി സ്വഭാവം പുറത്തെടുത്തല്ലേ അവൻ പൂജയുടെ മുന്നിൽ ചെല്ലുന്നു. ഈ തവണയും കൂടി പൂജയോട് അപമര്യാദയായിട്ട് പെരുമാറിയതിനല്ലേ അവൻ എടുത്തിട്ട് ആ അപ്പൂ എന്ന് പറഞ്ഞവൻ കൊടുത്തത്. എടീ, നീ ഏത് നേരവും പറയുന്നുണ്ടല്ലോ എൻ്റെ മോനാണ് ശരി, എൻ്റെ മോനാണ് ശരിയെന്ന്. ഒരു തവണയെങ്കിലും മകന് നല്ല ശരിയെന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭർത്താവ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഭർത്താവിനെ എടുത്തിട്ട് ഇടിക്കാനൊക്കെ തോന്നും. അത് വേറൊരു സത്യം. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നും പുള്ളിക്കാരിക്ക് അറിയില്ല. അങ്ങനത്തെ ഇദ്ദേഹത്തിനാണെങ്കിലോ ഭാര്യ പേടിയായതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഇങ്ങനെ പറയുന്നതുമില്ല. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ സംസാരത്തിനിടയിൽ നിങ്ങൾ നോക്കിക്കോ, അങ്ങനെയൊന്നും എൻ്റെ മോനെ നിങ്ങൾ കൊച്ചാക്കി കാണണ്ട. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ മോനെ കൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഇനി അവൻ്റെ ജീവിതത്തിൽ അവൾക്ക് ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പോലും, എൻ്റെ മകനെ അവൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും ഇനി അവളുടെ ജീവിതത്തിൽ മറ്റാരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്കൊക്കെ അങ്ങോട്ട് ചിന്തിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തെറ്റുമില്ല.
എൻ്റെ മകൻ്റെ ജീവിതം അവൾ അങ്ങനെ നശിപ്പിച്ച് കളയാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് തൻ്റെ മകളുടെ ജീവിതം അങ്ങനെ സേഫ് സോണിലാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മുടെ സുമിത്ര എന്നിട്ട് പൂജയെ വിളിച്ചടുത്ത് ഇരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഈ അമ്മയുള്ളപ്പോൾ എൻ്റെ പൊന്നുമോൾ ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട, ഈ അമ്മയല്ലേ ഉള്ളത്, നഷ്ടപ്പെട്ടു പോയതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നിങ്ങനെ സുമിത്ര പറഞ്ഞപ്പോൾ എനിക്കൊന്നും തിരിച്ചു പിടിക്കണ്ട അമ്മേ, എനിക്ക് അങ്ങേയറ്റം എൻ്റെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി, കൊണ്ടുപോകുന്നതെല്ലാവരും കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെയാണ്, എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടതെല്ലാം നിനക്ക് തന്നെ കിട്ടണ്ടേന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട അമ്മയെന്ന് മകള് പറയുവാണേ. അങ്ങനെ ഇവർ ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുമിത്രയും അതുപോലെ പൂജയും വൈകുന്നേരം കിടക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഇവർ കയറി കിടന്നുറങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ രോഹിത്തിനെ കുറിച്ചുള്ള ചിന്തയാണല്ലോ എപ്പോഴും സുമിത്രയുടെ മനസ്സ് നിറയെ. അങ്ങനെ രോഹിത്തിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുമിത്രയ്ക്ക് മുന്നിലേക്ക് നമ്മുടെ രോഹിത്ത് പ്രത്യക്ഷപ്പെടുന്നു. അതായത് മരിച്ചുപോയ നമ്മുടെ രോഹിത്ത് സുമിത്രയുടെ മുന്നിൽ ആത്മാവായി വന്നു നിന്ന് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അതുപോലെ സുമിത്രയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുമിത്രയോട് പറയുക. അപ്പോൾ നമ്മുടെ സുമിത്ര ഇതെല്ലാം നല്ല ആ ഒരു എങ്കിൽ പോലും സ്വബോധത്തിലാണെന്നുള്ളൊരു ഇതിൽ രോഹിത്ത് ശരിക്കും മുന്നിൽ വന്ന് നിന്ന് പറയുന്നതായിട്ട് സുമിത്ര അതെല്ലാം കേൾക്കുന്നു. അപ്പോൾ ഈ കൊണ്ടുപോയ സ്വത്തുക്കളെ പറ്റിയും അതുപോലെ തൻ്റെ മോളെ സുമിത്രയോട് പൊന്നുപോലെ നോക്കണമെന്നുള്ള കാര്യങ്ങളെ പറ്റിയും ഇതെല്ലാം നമ്മുടെ രോഹിത്ത് സുമിത്രയോട് പറയുക. അപ്പോൾ അങ്ങനെ രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും രോഹിത്ത് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ട് സുമിത്ര ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനോട് കൂടി ചാടി രോഹിത് എന്ന് വിളിച്ച് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. അങ്ങനെ സുമിത്ര ചാടി എഴുന്നേറ്റപ്പോഴത്തേക്കും മകളും അതുപോലെ തന്നെ കൂടെ എഴുന്നേറ്റ് എന്താ അമ്മ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുമിത്ര ഭയങ്കര കരച്ചില്ല. അമ്മ എന്താ പറ്റിയേ, എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ രോഹിത് എൻ്റെ അരികിൽ വന്നെന്ന് പറഞ്ഞു. അച്ഛനോ, അമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചപ്പം അതേ മോളെ അച്ഛൻ എൻ്റെ അരികിൽ വന്നു, അച്ഛൻ എന്നോട് കുറേ നേരം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ പൂജ അന്താളിച്ചിങ്ങനെ ചുറ്റിനും നോക്കും, അച്ഛൻ വന്നെന്നോ, അപ്പോൾ അമ്മ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സുമിത്രയുടെ ആ ഒരു ബോധം പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്നിട്ട് സ്വപ്നം കണ്ടതായിരിക്കും അല്ലേ, എന്നാലും എൻ്റെ രോഹിത് എൻ്റെ അടുത്ത് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ സുമിത്ര സംസാരിക്കും കേട്ടോ. എന്നിട്ട് സുമിത്ര ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ സങ്കടപ്പെടരുത്, അമ്മ അച്ഛനെക്കുറിച്ച് ആലോചിച്ച് കിടന്നിട്ട് അമ്മ ഒന്നും ആലോചിക്കേണ്ട, അമ്മ കിടക്കെന്നൊക്കെ പറഞ്ഞ് മോള് കുറേ ആശ്വസിപ്പിച്ചൊക്കെ കിടക്കുന്നു. അപ്പോഴത്തേക്കും ദീപമൊക്കെ വന്നു ശബ്ദം കേട്ടുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് അരികിൽ വന്നെന്ന് അമ്മ പറയുന്നതെന്ന് പറഞ്ഞു. എന്താ ചേച്ചി ഏത് നേരവും ഇങ്ങനെ രോഹിത്തേട്ടനെക്കുറിച്ച് തന്നെ ആലോചിച്ച് കിടന്നിട്ടാ, ചേച്ചി പ്രാർത്ഥിച്ചിട്ട് കിടക്കാനൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിച്ചു. അങ്ങനെ അതും പറഞ്ഞ് അവരും അങ്ങ് പോയി. സുമിത്ര ഇങ്ങനെ കിടന്നു. എന്നിട്ട് സുമിത്രയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രോഹിത് എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ്. എങ്കിലും രോഹിത് എന്തായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ സുമിത്ര ചിന്തിക്കുവാണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസമായി രാവിലെ തന്നെ പൂജാമുറിയിൽ കയറി നമ്മുടെ സുമിത്രയും അതുപോലെ പൂജയും കൂടെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മയുടെ ശബ്ദമാധുരിയിൽ ഒരു പാട്ട് കേൾക്കണമെന്ന് നമ്മുടെ പൂജയ്ക്കൊരാഗ്രഹം. അങ്ങനെ നമ്മുടെ സുമിത്രയുടെ നാവിൽ നിന്നും പാട്ട് കേൾക്കാനുള്ള മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു സുമിത്ര. അങ്ങനെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ നിന്നുള്ള പാട്ടൊക്കെ കൃഷ്ണവിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്ന് പാടി ഭഗവാന്റെ മുന്നിൽ നിറകണ്ണുകളോടെ നമ്മുടെ സുമിത്ര ഇങ്ങനെ നിൽക്കുന്നു. അമ്മയുടെ പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മുടെ പൂജയും അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ പൂജ ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നിൽക്കുന്നു. അപ്പോഴേക്കും ആ വീട്ടിൽ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബായി. കാരണം സുമിത്രയുടെ പാട്ട് മൊത്തത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ഒഴുകിയെത്തി, എല്ലാവരും അതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും പാട്ടും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിക്ക് ഇനി മുന്നോട്ട് ഇതൊരു മാർഗ്ഗമാക്കി കൂടെ എന്നിങ്ങനെ നമ്മുടെ ദീപ് ചോദിച്ചു. എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് പിള്ളേരെ പാട്ട് പഠിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ നമ്മുടെ ദീപുമായിട്ട് തന്നെ സുമിത്രയ്ക്കൊരു വഴി അതിങ്ങനെ തുറന്നു കൊടുക്കുന്നു. അപ്പോൾ ദീപുവിൻ്റെ ആ ഒരു ചെറിയൊരു സൂചന കിട്ടിയപ്പോൾ സുമിത്രയ്ക്കും തോന്നി അതെ തന്നാൽ കഴിയുന്ന രീതിയിൽ ഇനി മുന്നോട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ സുമിത്ര എത്തിപ്പെടുന്നു. ഇനിയും ദീപുവിനെയും കുടുംബത്തിനെയും ബുദ്ധിമുട്ടിക്കാതെ ഇവർക്ക് തന്നെയായിട്ടൊരു ജീവിതം വേണം. അതിന് വേണ്ടിയിട്ട് ഒരു വീട് വേണം. അപ്പോൾ അതിന് വാടകയ്ക്ക് ഒരു വീട് എടുക്കണമെന്നുള്ള കാര്യം ദീപുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ദീപു അതിനെ പറ്റി ചോദിച്ചു. അതൊക്കെ വേണം ചേച്ചി, ഇവിടെ തന്നെ നിന്നാൽ പോരാ, തനിക്കൊരു വീട് വാടകയ്ക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സുമിത്ര ദീപുവിനോട് തൻ്റെ മനസ്സിലെ ആഗ്രഹം പറയുന്നു. അങ്ങനെ ചേച്ചിയും മകളും തമ്മിലുള്ള ആ ഒരു ജീവിതവും അവരുടെ ജീവിതം ഒന്ന് കരക്കെടുക്കാനും അതുപോലെ സുമിത്രയുടെ ആ ഒരു മൈൻഡൊക്കെ ഫ്രീ ആക്കാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് സുമിത്ര ഇത് പറഞ്ഞതെന്നുള്ള കാര്യം നമ്മുടെ ദീപുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മനസ്സോടെയാണെങ്കിലും ദീപു അത് സമ്മതിച്ചു. പക്ഷേ സുമിത്ര ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ജീവിതത്തിലേക്ക് ഇനി രോഹിത് പറഞ്ഞ ആ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ലക്ഷ്യം മുന്നിൽ വെച്ച് മുന്നേറുമ്പോൾ ഇതിൻ്റെ എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് പേടിച്ച് പകച്ച് ഇങ്ങനെ നോക്കി നിൽക്കാൻ രഞ്ജിതയ്ക്കൊക്കെ കഴിയുള്ളൂ. സുമിത്രയുടെയൊക്കെ ജീവിതം ഏതു വഴിയിലൂടെ പോകണമെന്ന് രഞ്ജിത തീരുമാനിക്കുമെന്ന് രഞ്ജിത പറയുമെങ്കിലും
ഇവരുടെ ജീവിതം എങ്ങനെ പോകണം, അതായത് രഞ്ജിതയുടെയൊക്കെ ജീവിതം എങ്ങനെ പോകണമെന്ന് ഇനി സുമിത്ര തീരുമാനിക്കും. കാരണം സുമിത്രയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ ആത്മാവ് കൂടെയുണ്ട്. അങ്ങനെ നമ്മുടെ സുമിത്ര ഇനി വെല്ലുവിളികളെ നേരിട്ട് മുന്നേറുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.